RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെന്റ്സ് ആണ്. സെലക്ടീവ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്ന മെഷറിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് പറഞ്ഞു. ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആൻഡ് വേരിയേഷൻ ഓഫ് ക്യാഷ് റിസർവ് പെർസെന്റേജ്. അതാണ് എന്താ പറയാ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളിൽ വരുന്നത്. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളില് നമ്മൾ രണ്ട് വെപ്പൺസ് ആണ് ഇന്നലെ പറഞ്ഞത്. വൺ ഈസ് ഇഷ്യൂയിങ് ഓഫ് ദി ഡയറക്റ്റീവ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെന്റ്സ്. ഇനി അടുത്തത് പറയാൻ പോകുന്നതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദാറ്റ് ഈസ് at the time of providing loans and advances by the commercial banks, it is directed by the Reserve Bank of India that all the loans and advances provided by the commercial banking institutions and other member banking institutions will not be charged with same rate of interest, but it is to be varied according to the needs for which the loan amount is granted. എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ലോണ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ ആ പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ ഒരേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിന് പകരം ഡിഫറെന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കണം മെമ്പർ ബാങ്കുകള് അതല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കുകള് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യേണ്ടുന്നത്. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു വെപ്പൺ എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ് അർജന്റ് ആയിട്ടുള്ള പർപ്പസസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി പ്രൊവൈഡഡ് and it is charged differently as compared to the purposes for which the loan is granted with less necessity for providing such an advance in that particular time. അപ്പൊ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചാർജ് ചെയ്യുന്നതായിട്ടുള്ള ലോണ് ഗ്രാന്റ് ചെയ്യുന്നതായിട്ടുള്ള ലോണ് ഏത് പർപ്പസിനാണോ യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിനനുസരിച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മറ്റു പർപ്പസിന് ചാർജ് ചെയ്യുന്നതായിട്ടുള്ള ലോണുകൾക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പർപ്പസുകൾക്ക് അല്ലെങ്കിൽ ഹൈ റിക്വയർമെന്റ് വരുന്നതായിട്ടുള്ള ലോണുകളുടെ ആവശ്യകത റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും താരതമ്യേന ആവശ്യം കുറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള ലോണുകൾക്ക് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന പ്രാക്ടീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എപ്പോ വേണമെങ്കിലും മെമ്പർ ബാങ്ക്സിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ക്രെഡിറ്റ് കൺട്രോൾ മെഷർ എന്ന് പറയുന്നത് ഈസി ആയിട്ട് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോഴാണ് ആളുകളെ ഏറ്റവും കൂടുതൽ ലോൺ ബാങ്കുകളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അപ്പൊ റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തില് ഏറ്റവും കൂടുതൽ ലോണ് ഏത് സമയത്ത് ഏത് ടൈപ്പിലാണ് ആളുകൾ ആവശ്യപ്പെടാനായിട്ട് സാധ്യത ഉള്ളത് എങ്കിൽ ആ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന സന്ദർഭങ്ങളില് അത്തരത്തിലുള്ള ലോണുകൾക്ക് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു കഴിഞ്ഞാൽ അത്രയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റില് ലോൺസ് ആൻഡ് അഡ്വാൻസസ് വാങ്ങിക്കുന്നത് അത്രയും കൂടുതൽ റിക്വയർമെന്റ് ഉള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മറിച്ച് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലോണ് ഇപ്പൊ ചെറിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് കിട്ടുന്നതല്ലേ വിചാരിച്ചിട്ട് ആളുകൾ വാങ്ങിക്കാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് കൂടും. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ കൈവശം വരുന്ന പണത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ചാർജ് ചെയ്തിട്ട് കൺട്രോളിംഗ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ചാർജിങ് rate of interest differently
according to the use of the loan or according to the purpose of the loan for which it is granted. എന്തിനു വേണ്ടിയിട്ടാണ് ലോൺ കൊടുക്കുന്നത്, ഏത് സമയത്താണ് ലോൺ കൊടുക്കുന്നത്, എത്ര എമൗണ്ട് ആണ് ലോൺ കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരേ ലോണിന് തന്നെ ആണെങ്കിലും ഡിഫറെന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക എന്ന് പറയുന്ന പ്രാക്ടീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി അടുത്തത് റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ്. Clean credit facilities are allowed to borrowers who are not affected by selective credit control measures. ഇതേവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ്, റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെന്റ്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള സെലക്ടീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ചില ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലുള്ള മെമ്പർ ബാങ്ക്സിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇംപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന സിറ്റുവേഷൻസ് വരും. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നതാണ് റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ്. അണ്ടർ ദിസ് മെത്തേഡ് the intention of the Reserve Bank of India is to avoid the antisocial activities existing in the economy like speculative activities, hoarding, black marketing, etc. കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, കൊള്ളലാഭം എന്നൊക്കെ പറയുന്ന ട്രേഡേഴ്സ് സാധാരണയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ വരുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഭക്ഷ്യവിഭവങ്ങൾക്കാണെങ്കിലും അതേപോലെയുള്ള എമർജൻസി ഐറ്റംസിനാണെങ്കിലും ക്ഷാമം എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആർട്ടിഫിഷ്യലായിട്ട് ക്ഷാമം ഉണ്ടാക്കി അവശ്യ വസ്തുക്കളുടെ വില കണ്ടമാനം വർദ്ധിപ്പിക്കുന്ന ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെലക്ടീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺ എന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ലീൻ അഡ്വാൻസ്, റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഫെസിലിറ്റി. അപ്പൊ ട്രേഡേഴ്സ് അവരുടെ കയ്യിൽ സ്റ്റോക്കുള്ള കമ്മോഡിറ്റീസ് പൂഴ്ത്തി വെക്കാതെ അല്ലെങ്കിൽ കൊള്ളലാഭം എടുക്കാതെ ആളുകൾക്ക് നിരന്തരമായിട്ട് സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റ് സെലക്ടീവ് കൺട്രോൾ മെഷേഴ്സ് അണ്ടർടേക്ക് ചെയ്തിട്ടില്ലാത്ത ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അഡ്വാൻസ് എന്ന് പറയുന്നതാണ് ക്ലീൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അത് സെലക്ട് ചെയ്യുന്നതായിട്ടുള്ള ഏരിയാസിൽ സെലക്ട് ചെയ്യുന്നതായിട്ടുള്ള കമ്മോഡിറ്റീസിന്റെ സെക്യൂരിറ്റിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം മെമ്പർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, ക്രെഡിറ്റ് ലിബറലൈസേഷൻ ടു സെലക്ടഡ് സെക്ടേഴ്സ്. അപ്രോപ്രിയേറ്റ് എക്സംഷൻസ് are granted to deserving borrowers from the selective requirements of credit control. എല്ലാ ആൾക്കാർക്കും അല്ല, ചില പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നതായിട്ടുള്ള ആളുകളെ കോമൺ ആയിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യണം എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ എക്സംപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എക്സംപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്നതായിട്ടുള്ള വിഭാഗക്കാർക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു മെഷർ എന്ന് പറയുന്നതാണ് ക്രെഡിറ്റ് ലിബറലൈസേഷൻ ടു സെലക്ടഡ് സെക്ടേഴ്സ്. അത് പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങൾക്കാണ്. കാരണം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻസിന് ഫുഡ് ഗ്രെയിൻസ് സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലുള്ള റോള് എന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും നെഗ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തതാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ പാൻഡമിക് ഡിസീസ് ആയിട്ടുള്ള കോവിഡ് വന്നതിന് ശേഷം ഗവൺമെന്റ് എല്ലാ മാസങ്ങളിലും ആളുകൾക്ക് ഫ്രീ കിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ 8-10 ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള സാധനങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കൂടാതെ സപ്ലൈ ചെയ്യുന്നതില് സ്തുത്യർഹമായിട്ടുള്ള റോള് എന്ന് പറയുന്നതാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് ഗ്രെയിൻസ് കളക്ട് ചെയ്യാനും ആ കളക്ട് ചെയ്യുന്നതായിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് പല പല ക്വാണ്ടിറ്റീസ് ആക്കിയിട്ട് പല സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാനും ഒക്കെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ ആവശ്യം വേണ്ടി വരും. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉറപ്പുവരുത്തേണ്ടുന്ന അല്ലെങ്കിൽ റെഗുലറൈസ് ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ
അവരുടെ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് കണ്ടമാനം വർദ്ധിക്കും. അപ്പൊ അങ്ങനെ വരുന്നതായിട്ടുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് പ്രത്യേകമായിട്ട് ഒരു പ്രിവിലേജ്ഡ് സെക്ഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസ് നിർബന്ധമായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് ലിബറലൈസേഷൻ സ്കീം എന്ന് പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ നമ്മള് 3-4 മെഷേഴ്സ് സെലക്ടീവ് ക്രെഡിറ്റ് കൺട്രോളിൽ പറഞ്ഞു. ഇഷ്യൂയിങ് ഓഫ് ദി ഡയറക്റ്റീവ്സ്, അതേപോലെ തന്നെ റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെന്റ്സ്, പിന്നെ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞു, റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ് പറഞ്ഞു. ഇതേപോലെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഈ ഒരു പ്രത്യേക ഒക്കേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനെ പൂർണ്ണമായിട്ട് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സംപ്റ്റ് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ വിലയിരുത്തിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്കൊക്കെ റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന ഫ്രീ കിറ്റ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് അതാത് സമയങ്ങളിൽ അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടുന്നതും, അത്യാവശ്യത്തിന് 3-4 മാസം ഏതെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും യാതൊരു കാരണവശാലും സപ്ലൈ ബുദ്ധിമുട്ടിലാവാത്ത വിധത്തില് ഫുഡ് ഗ്രെയിൻസ് വാങ്ങി സ്റ്റോക്ക് ചെയ്യേണ്ടുന്നതുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കുണ്ട്. അപ്പൊ അവർക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നിരന്തരമായിട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കിട്ടണമെങ്കിൽ ഈ പറയുന്ന സെലക്ടീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ മേല് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കാതെ വരും. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് ലിബറലൈസേഷൻ ഓഫ് സെലക്ടഡ് ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പറയുന്ന ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം 1965 ആദ്യമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമാണ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. നവംബർ 1969 ആദ്യമായിട്ട് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആ സ്കീമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആവാം, അതല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. ഒരു പാർട്ടിക്ക് ഒരു സമയത്ത് ഒരുമിച്ച് കൊടുക്കുന്നതായിട്ടുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസിന്റെ അളവ് പ്രത്യേക ഓതറൈസേഷനിൽ കൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന പ്രത്യേക ഓതറൈസേഷനിൽ കൂടി അല്ലെങ്കിൽ പ്രത്യേക പെർമിഷനിൽ കൂടി റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഓതറൈസേഷൻ സ്കീം എന്ന് പറയുന്നത്. ആദ്യം 1 കോടി രൂപ വരെ ഒരു പാർട്ടിക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒരുമിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. സിംഗിൾ പാർട്ടിക്ക് 1 കോടി രൂപ വരെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പ്രത്യേകമായിട്ട് അനുമതി വാങ്ങിക്കേണ്ടുന്ന ആവശ്യം ഉണ്ടായിരുന്നു. അത് പിന്നെ 4 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. വീണ്ടും 1986 ആയപ്പോ 83 4 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചത്. 1986 ആക്കിയപ്പോ അത് 6 കോടി രൂപ വരേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രസന്റ് റൂൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു സിംഗിൾ പാർട്ടിക്ക് ഏതെങ്കിലും ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരേ സമയത്ത് 6 കോടി രൂപയിൽ കൂടുതൽ ഒരു കാരണവശാലും ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് ഒരേ സമയത്ത് അനുവദിക്കാനായിട്ട് പാടില്ല. ഇനി അങ്ങനെ ഒരു സിംഗിൾ പാർട്ടിക്ക് ഇത്രയും കൂടുതൽ തുക ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ മുൻകൂറായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓതറൈസേഷൻ കിട്ടിയിട്ടുണ്ടാവണം. അതാണ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ബാങ്ക് ക്രെഡിറ്റ് 1995 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ സിസ്റ്റത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബ്രിങ് ഡിസിപ്ലിൻ ഇൻ ദ യൂട്ടിലൈസേഷൻ ഓഫ് ദി ബാങ്ക് ക്രെഡിറ്റ് ആൻഡ് ടു ഗെയിൻ ബെറ്റർ കൺട്രോൾ ഓവർ ദ ഫ്ലോ ഓഫ് ക്രെഡിറ്റ്. ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എത്രയൊക്കെ ക്യാഷ് റിസർവ് പെർസെന്റേജ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെമ്പർ ബാങ്കുകളോട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടാലും അവരത് അത്രയും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കണ്ടമാനം പണം നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ആളുകളിൽ നിന്ന് പലതരത്തിലുള്ള ഡിപ്പോസിറ്റും പല വിധത്തിലുള്ള സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തിയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ടും ഒക്കെ ആയിട്ട് ഏത് ബാങ്കിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ
ക്രോഴ്സ് ഓഫ് റുപ്പീസ് ആണ് ബാലൻസ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഈ ബാലൻസ് ആയിട്ട് കിടക്കുന്ന എമൗണ്ട് അവർ ഏതെങ്കിലും രൂപത്തിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെ കണ്ടമാന ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്നത് റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പറയുന്ന മെഷർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ലോൺ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് ക്രെഡിറ്റ്. അപ്പൊ ഓവർഫ്ലോ ആയിട്ട് ക്യാപിറ്റൽ സർക്കുലേറ്റ് ചെയ്യുന്നത് നിയന്ത്രിക്കുക. അതിനു വേണ്ടിയിട്ട് ഇന്ന ടൈപ്പിലുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഇന്ന ക്വാണ്ടിറ്റിയിൽ ഇന്ന സമയത്ത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുട്ട് ഫോർവേഡ് ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ പ്രചരിക്കുന്ന പണത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ബാങ്കുകൾ തോന്നിയ പോലെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്നത് റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെഷർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് 1971 വീണ്ടും റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യൂസ് ചെയ്യുന്നതായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് 1971 റിവിഷൻ അനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതാത് സമയങ്ങളിൽ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം കളക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിന്റെ ക്രൈറ്റീരിയ അനുസരിച്ചാണ്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതാത് സമയങ്ങളിൽ ഏതൊക്കെ കമ്മോഡിറ്റിയുടെ സെക്യൂരിറ്റിയിൽ എത്ര തുക വരെ ഏത് സമയത്ത് ഏതൊക്കെ ആളുകൾക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് കൊടുക്കാമെന്നുള്ള ഡയറക്ഷൻസ് മെമ്പർ ബാങ്ക്സിന് പ്രൊവൈഡ് ചെയ്യും. ആ പ്രൊവൈഡ് ചെയ്യുന്ന ഡയറക്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് മെമ്പർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത മെയിൻ എന്ന് പറയുന്നതാണ് സെലക്ടീവ് ക്രെഡിറ്റ് കൺട്രോളില് അടുത്ത മെയിൻ എന്ന് പറയുന്നതാണ് മോറൽ സുവേഷൻ ആൻഡ് ക്രെഡിറ്റ് റേഷനിങ്. മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാല് ഒരിക്കലും ഒരു ഡിസിപ്ലിനറി ആക്ഷൻ അല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്നതായിട്ടുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നതല്ല മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെർസ്വേഡിംഗ് ദ മെമ്പർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഫോളോ സച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിംഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ ദി ബേസിസ് ഓഫ് സർട്ടൻ ലൈൻ ഓഫ് പോളിസീസ് ആൻഡ് ദ നെസസിറ്റി ഓഫ് taking into consideration such line of rules and regulations. ചില സമയങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതേപടി അനുസരിക്കാനായിട്ട് അല്ലെങ്കിൽ അതേപടി ഫോളോ ചെയ്യാനായിട്ട് മെമ്പർ ബാങ്ക്സിന് കൊടുക്കുന്ന ഒരു പെർസ്വേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതാണ് മോറൽ സുവേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ കമ്പൽസറി ആക്ഷൻ അണ്ടർടേക്കൺ ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൺ ദ മെമ്പർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കമ്പൽസറി ആയിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് പറയുന്നതല്ല. മറിച്ച് രാജ്യത്തിന്റെ മോണിറ്ററി സിസ്റ്റം കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇന്ന തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ആ കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നതിന് അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള പ്രേരണ അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻസിന് പ്രത്യേകമായിട്ടുള്ള ഇൻസെന്റീവ്സ് കൊടുത്തിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്ന കാര്യങ്ങള് മെമ്പർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൊണ്ട് അനുസരിപ്പിക്കുക എന്ന് പറയുന്നതാണ് മോറൽ സുവേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അർജന്റായിട്ട് ഡിപ്പോസിറ്റ് മൊബിലൈസേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യത്തില് അതേപോലെ തന്നെ ഫണ്ട് ഏറ്റവും കൂടുതലായിട്ട് ഏതെങ്കിലും ചില പ്രത്യേക സ്കീമുകളിൽ എംപ്ലോയ് ചെയ്യുന്ന കാര്യത്തിനെ സംബന്ധിച്ചൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള ഡയറക്ഷൻസ് ഫോളോ ചെയ്യാനായിട്ട് എല്ലായ്പ്പോഴും മെമ്പർ ബാങ്കുകളോട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ആവശ്യപ്പെടാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ക്രെഡിറ്റ് റെഗുലർ ഇന്റർവെൽസിൽ എങ്ങനെയാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേക നെസസറി മെഷേഴ്സ് സജസ്റ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നതാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമുക്കറിയാം എല്ലാ ബാങ്കുകൾക്കും
ഒരേ രൂപത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുത്തു കഴിഞ്ഞാലും എല്ലാ ബാങ്കുകളും ഒരേപോലെ ആയിരിക്കില്ല പ്രവർത്തിക്കുന്നത്. ചിലതിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവും, ചിലതിന് പ്രോഫിറ്റ് എന്ന് പറയുന്നത് താരതമ്യേന കുറവായിരിക്കും. ചില ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നഷ്ടത്തിലായിരിക്കും അതിന്റെ ബിസിനസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നഷ്ടം സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ താരതമ്യേന പ്രോഫിറ്റ് കുറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻസ് അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ട് ഏത് കാരണം കൊണ്ടാണ് അവർക്ക് അങ്ങനെ വളരെ വീക്കായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ട് അതിനാവശ്യം വരുന്നതായിട്ടുള്ള കറക്റ്റീവ് സ്റ്റെപ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അവരെ പെർസ്വേഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് മോറൽ സ്വേഷൻ അല്ലെങ്കിൽ മോറൽ പെർസ്വേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സർക്കുലേഴ്സ്, റിമൈൻഡേഴ്സ്, അതേപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ അയച്ചിട്ട് ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അവർക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നതായിട്ടുള്ള ഗൈഡ് ലൈൻസും അതേപോലെ അതിനാവശ്യം വരുന്നതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ കൊടുത്തുകൊണ്ട് മെമ്പർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രവർത്തനങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഒരു പെർസ്വേഷൻ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നതാണ് മോറൽ സ്വേഷൻ അല്ലെങ്കിൽ മോറൽ പെർസ്വേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ആക്ഷൻ, മോറൽ സ്വേഷൻ ആൻഡ് ഡയറക്റ്റ് ആക്ഷൻ. ചില ബാങ്കിങ് ഓർഗനൈസേഷൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻസ് വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്യാതെ ആയിരിക്കും പലപ്പോഴും പിന്നെയുള്ള ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഗിവൺ ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിൽ ബി നെഗ്ലക്റ്റഡ് ബൈ സർട്ടൻ ബിസിനസ് ഓർഗനൈസേഷൻസ് ഡ്യൂ ടു സം റീസൺസ്. ചിലര് മനഃപൂർവ്വം അവഗണിക്കുന്നതായിരിക്കും. ചില ആൾക്കാര് അവര് പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നതായിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവർക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് കഴിയാത്തത് കൊണ്ടായിരിക്കും. എന്താണെങ്കിലും ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്നതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അവർ കൊടുക്കുന്നതായിട്ടുള്ള കറക്റ്റീവ് സ്റ്റെപ്സ് ഫോളോ ചെയ്യാതെ വരുന്ന ബാങ്കിങ് ഓർഗനൈസേഷൻസിനെ പീനലൈസ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് രണ്ട് രൂപത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്റ്റ് ആക്ഷൻ അണ്ടർടേക്ക് ചെയ്യുന്നത്. നോൺ റീഡിസ്കൗണ്ടിങ് ഓഫ് ദി ബിൽ ഓഫ് എക്സ്ചേഞ്ചസ് presented by the member banking institutions and a refusal to provide loans and advances to the member banking institutions on the basis of the security provided by them. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കാനായിട്ട് ആവശ്യം വരുന്നതായിട്ടുള്ള ഗൈഡ് ലൈൻസ് അതാത് സമയങ്ങളിൽ ബാങ്കിങ് ഓർഗനൈസേഷന് കൊടുത്തു കഴിഞ്ഞാല് ബാങ്കിങ് ഓർഗനൈസേഷൻസ് അതനുസരിച്ചായിരിക്കണം അതിന്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് അണ്ടർടേക്ക് ചെയ്യുന്നുണ്ടോ, എവിടെയെങ്കിലും ഒഴിച്ചു വരുത്തുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽസ് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് അവരൊരു കാരണവശാലും ആ ബ്രാഞ്ച് പൂട്ടിപ്പോണെന്നോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നൊന്നും പറയില്ല. പക്ഷെ ഈ മെമ്പർ ബാങ്കിങ് ഓർഗനൈസേഷൻസ് ഏതെങ്കിലും സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അപ്പോഴാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി അണ്ടർടേക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ട് ഡയറക്റ്റ് ആക്ഷൻ വരുന്നത്. ഒന്നാമത് പറഞ്ഞത് നോൺ റീഡിസ്കൗണ്ടിങ് ഓഫ് ദി ബിൽ ഓഫ് എക്സ്ചേഞ്ചസ് പ്രസന്റഡ് ബൈ ദ മെമ്പർ ബാങ്കിങ് ഓർഗനൈസേഷൻസ്. നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മെമ്പർ ബാങ്ക്സിനെ സഹായിക്കുന്ന ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് സഹായിക്കുന്നത് അവര് പ്രസന്റ് ചെയ്യുന്നതായിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചസ് റീഡിസ്കൗണ്ട് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെ ഇത്തരത്തിലുള്ള മെമ്പർ ബാങ്കുകൾ പ്രസന്റ് ചെയ്യുന്നതായിട്ടുള്ള ബില്ലുകൾ റീഡിസ്കൗണ്ട് ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതേപോലെ അവര് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസിന്റെ ബേസിസിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കാരണവശാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിക്കില്ല. കാരണം അവർ അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള അൺസൗണ്ട് ബാങ്കിങ് പ്രാക്ടീസസിന് അവർക്കുള്ള ഒരു ശിക്ഷയായിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പറയുന്ന ആക്ടിവിറ്റീസിനെ കണക്കാക്കുന്നത്. And further, they will never provide any accommodation to such banks whose capital and reserves are inadequate to retain to the amount already sanctioned. ചില ആൾക്കാര്
കണക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ക്യാഷ് റിസർവ് പെർസെന്റേജ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല. എന്നാലും നമ്മൾ പറഞ്ഞു ടൈം ആൻഡ് ഡിമാൻഡ് ഡിപ്പോസിറ്റിന്റെ 3% മുതൽ 15% വരെ വരുന്ന തുകയാണ് ക്യാഷ് റിസർവ് പെർസെന്റേജ് ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടുന്നത്. അപ്പൊ അവര് കണക്ക് കൊടുക്കുന്ന സമയത്ത് ഇത്ര ഡിപ്പോസിറ്റേ വന്നിട്ടുള്ളൂ എന്ന് കാണിച്ചിട്ട് അതിന്റെ നിശ്ചിത ശതമാനം ക്യാഷ് റിസർവ് പെർസെന്റേജ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ കണക്ക് നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഡിപ്പോസിറ്റ് എമൗണ്ടിനേക്കാൾ വളരെ കുറഞ്ഞ ഡിപ്പോസിറ്റ് എമൗണ്ട് മാത്രമേ അവർ ഈ കൊടുത്ത കണക്കുകളിൽ കാണിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അതിനനുസൃതമായിട്ടായിരിക്കും ക്യാഷ് റിസർവ് പെർസെന്റേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ കണ്ടമാനം തുക അവരുടെ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊന്നും അല്ലാതെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് മിക്കവാറും മെമ്പർ ബാങ്കിങ് ഓർഗനൈസേഷൻസ് ചില സമയത്തെങ്കിലും അണ്ടർടേക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതൊരു അൺസൗണ്ട് ബാങ്കിങ് പ്രാക്ടീസാണ്. അപ്പൊ അങ്ങനെ അൺസൗണ്ട് ബാങ്കിങ് പ്രാക്ടീസസുകൾ അണ്ടർടേക്ക് ചെയ്യുന്ന ബാങ്കിങ് ഓർഗനൈസേഷൻസിന് ഫർദർ ബാങ്കിങ് അക്കോമഡേഷൻസിന് ആവശ്യം വരുന്ന യാതൊരു വിധത്തിലുള്ള ഫെസിലിറ്റീസും അല്ലെങ്കിൽ അതിന് ആവശ്യം വരുന്ന യാതൊരു വിധത്തിലുള്ള നിയമസഹായങ്ങളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് ആക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സഡൻ ആയിട്ട് ഒരു ബാങ്കിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ബാങ്കിനെ വേറെ ഏതെങ്കിലും രൂപത്തിൽ ദ്രോഹിക്കുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. അവർക്ക് ഫിനാൻഷ്യൽ അക്കോമഡേഷന്റെ ആവശ്യം വരുന്ന സമയത്ത് അത് റിജക്ട് ചെയ്യുക എന്ന് പറയുന്ന പ്രാക്ടീസ് ആണ് ഡയറക്റ്റ് ആക്ഷൻ എന്നുള്ളത് കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഇനി ക്രെഡിറ്റ് റാഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ് എ ലിമിറ്റ് for providing the available amount in the form of loans and advances. നമ്മളിപ്പോ റേഷൻ ഷോപ്പ് എന്ന് പറയും. അവിടുന്ന് ഓരോരുത്തർക്കുള്ള ഒരു നിശ്ചിത വിഹിതം, ഒരു കുടുംബത്തിൽ എത്ര ആൾക്കാരുണ്ട്, അതിൽ പ്രായമായിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്, കുട്ടികളായിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് എന്നുള്ള കണക്കെടുത്തിട്ട് അതിനനുസരിച്ചാണ് റേഷൻ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് കാർഡ് അടിസ്ഥാനത്തിൽ ഓരോരോ വസ്തുക്കൾ കിട്ടുന്നത്. അത് റേഷനിങ് ആണ്. അതിന് നമ്മൾ റേഷൻ ഷോപ്പ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതേപോലെ ഓരോരോ പർപ്പസസിനും ഓരോ സമയത്തും എത്ര തുക ടോട്ടൽ കിട്ടിയിട്ടുള്ള തുകയുടെ എത്ര പെർസെന്റേജ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ക്യാപിറ്റല് അതല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ ആവശ്യത്തിൽ കൂടുതൽ പൈസ ബാങ്കുകളുടെ കൈവശം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ ചോദിക്കുന്ന തുക മുഴുവൻ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് കൊടുക്കാനുള്ള പെർമിഷൻ ഒരു കാരണവശാലും ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആയിട്ടാണ് ഇപ്പൊ ഈ പറയുന്ന റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥ സമൂഹത്തിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് കണക്കാക്കിയിട്ട് ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഏത് രൂപത്തിലുള്ള ലോണുകൾ ഏതളവ് വരെ ഏത് സമയത്ത് പ്രൊവൈഡ് ചെയ്യണം, അതിന്റെ സെക്യൂരിറ്റി എന്തായിരിക്കണം, അതിന്റെ റീപേയ്മെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെ ആയിരിക്കണം, ഏത് റേറ്റിനാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതാണ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ്, വിച്ച് ഈസ് അനദർ ഇമ്പോർട്ടന്റ് സെലക്ടീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺ യൂട്ടിലൈസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോണിറ്ററി ഫംഗ്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതില് ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്. Reserve Bank of India is having a specified department called the Foreign Exchange Department or Exchange Control Department, in which the foreign exchange affairs undertaken on behalf of the central government is carried forward. സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന് വിദേശ കറൻസി കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായകമായിട്ടുള്ള ഒന്നാണ് എക്സ്പോർട്ട് ഓഫ് കമോഡിറ്റീസ്. അപ്പൊ ഈ എക്സ്പോർട്ട് എന്ന് പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും പരമാവധി ഇമ്പോർട്ട് ട്രാൻസാക്ഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് ആണ് എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു
ഒരു രാജ്യത്തിന് ആവശ്യം വരുന്നതായിട്ടുള്ള കറൻസി നോട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന് ബാക്കിംഗ് ആയിട്ട് ഫോറിൻ എക്സ്ചേഞ്ചോ അതല്ലെങ്കിൽ ഗോൾഡോ അതല്ലെങ്കിൽ സെക്യൂരിറ്റീസോ നിർബന്ധമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ സാധാരണ ഗോൾഡോ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചോ ആണ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നത്. ആ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഗവൺമെന്റിന് വേണ്ടിയിട്ട് സ്വന്തം കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഒഫീഷ്യൽ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് കണക്കാക്കി അതിനനുസൃതമായിട്ട് കിട്ടുന്ന ഫോറിൻ എക്സ്ചേഞ്ച് സേഫ് കസ്റ്റഡിയിൽ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ഫ്രം 1939 ഓൺവേർഡ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൈവറ്റൈസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സമയം മുതൽ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ അഫയേഴ്സ് മാനേജ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അണ്ടർടേക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനും കൂടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഫോറിൻ സെക്യൂരിറ്റീസ് വാങ്ങിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുകയും അതുവഴി രാജ്യത്തിന് വിദേശ നാണ്യം കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടുന്ന സോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ഇപ്പൊ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടമാനം ആളുകൾ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വിദേശ നാണ്യത്തിലായിരിക്കും അവരുടെ സാലറി അല്ലെങ്കിൽ വരുമാനം കിട്ടുന്നത്. അപ്പൊ ആ വരുമാനം സ്വന്തം നാട്ടിലെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡീലേഴ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ബാങ്കിങ് ഓർഗനൈസേഷൻസിന് പ്രത്യേകമായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അധികാരം കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ വിദേശ നാണ്യത്തിന് ഹോം കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. ഇപ്പൊ ഫെഡറൽ ബാങ്ക് ഒക്കെ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ ബോർഡിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും ഓതറൈസ്ഡ് ഡീലർ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്. അതല്ലാതെ കുറെ എന്താണ് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസ് ഓതറൈസ്ഡ് ഡീലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് പുറമെ വിദേശ കറൻസികള് ഒരു രാജ്യത്ത് വരുന്നത് ഹോം കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഹോം കറൻസിയെ ഫോറിൻ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഫ്രെയിം ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ മെമ്പർ ബാങ്കിങ് ഓർഗനൈസേഷൻസിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ള അതോറിറ്റിയുടെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഈ പറയുന്ന എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ആക്ടിങ് ആസ് ദി കസ്റ്റോഡിയൻ ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച് ബിലോങ്ങിങ് ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് ഏതെങ്കിലും രൂപത്തിൽ വരുന്നതായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ചുകൾ കംപ്ലീറ്റ് ആയിട്ടും കസ്റ്റഡിയിൽ സൂക്ഷിക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. പക്ഷെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കാരണവശാലും പൊതുജനങ്ങളുമായിട്ട് നേരിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യാറില്ല. അതിനു വേണ്ടിയിട്ടാണ് കൊമേഴ്സ്യൽ ബാങ്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഓതറൈസ്ഡ് ഡീലേഴ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ബാങ്കിങ് ഓർഗനൈസേഷൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതിന്റെ കാര്യം എന്ന് പറയുന്നത് പബ്ലിക്കിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഫോറിൻ കറൻസി ഹോം കറൻസി ആയിട്ടും ഹോം കറൻസിയെ ഫോറിൻ കറൻസി ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരെയാണ് നമ്മൾ ഓതറൈസ്ഡ് ഡീലേഴ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അവരാണ് ഈ പറയുന്ന ബിസിനസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും വരെ പറഞ്ഞുകൊണ്ടിരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടർടേക്ക് ചെയ്യുന്ന മോണിറ്ററി ട്രാൻസാക്ഷൻസിനെ സംബന്ധിച്ചാണ്. അതിൽ നമ്മൾ കുറേയേറെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് പറഞ്ഞു. ഇഷ്യൂയിങ് ഓഫ് കറൻസി നോട്ട്, ബാങ്കേഴ്സ് ബാങ്ക്, ഗവൺമെന്റ് ബാങ്കർ, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസർവ് ആൻഡ് അതിലെ അവസാനത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കൺട്രോൾ. ആ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. അതിൽ രണ്ടിലും വരുന്നതായിട്ടുള്ള മെഷേഴ്സ് ആണ് ഇത്രയും വരെ നമ്മൾ പറഞ്ഞത്. ഇനി ഇത് മാത്രമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ഓൾസോ അണ്ടർടേക്കിംഗ് സം നോൺ മോണിറ്ററി ഫങ്ഷൻസ്. അതെന്താണെന്നുള്ളത് നാളെ പറയാം. ഓക്കെ.